ശ്രീ ഷാജി, ഇന്നിപ്പോൾ തന്ത്രി കുടുംബത്തിലെ രണ്ടുപേരുടെ മൊഴിയെടുത്തിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ഇവരാണ് ഇതിനെല്ലാം അനുമതി നൽകിയത്. അവർ പറയുന്നത് ശബരിമലയുമായി അടുത്ത ബന്ധമുള്ള ആൾ എന്ന നിലയ്ക്ക് ഉണ്ണികൃഷ്ണനുമായി പരിചയമുണ്ടായിരുന്നതിനപ്പുറത്തേക്ക് സാമ്പത്തിക ഇടപാടൊന്നുമില്ല എന്ന് പറഞ്ഞു എന്നാണ് ഇവർ തന്നെ പറയുന്നത്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ശബരിമലയിൽ ഇങ്ങനെയൊക്കെ നടക്കണമെങ്കിൽ തന്ത്രിമാരറിയാതെ നടക്കുമോ? നമസ്കാരം സാറേ. നമസ്കാരം. ഇത്ര നാണം കെട്ട ഒരു സംഭവം മനുഷ്യർക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഈ പത്മകുമാർ ഇതിനു മുമ്പ് എന്തുവാ പറഞ്ഞത്? എനിക്കിതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവസാനം പിടികൂടിയോ? വാസുക്കുട്ടൻ എന്തുവാ പറഞ്ഞത്? എനിക്കിതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പം തന്ത്രിയെ ചോദ്യം ചെയ്യുന്നുണ്ട്. തന്ത്രിക്കും മന്ത്രിക്കും എല്ലാവർക്കും ഇതിനകത്ത് പങ്കുണ്ടെന്നേ. ഹലോ, താങ്കൾ പറഞ്ഞോളൂ. മന്ത്രിക്കും തന്ത്രിമാർക്കും എല്ലാം ഇതിനകത്ത് പങ്കുണ്ട്. കാരണം ഈ സ്വർണം മാത്രമല്ല ഇവിടുന്ന് പോയിരിക്കുന്നത്, ചാക്ക് കണക്കിന് പണം വരെ പോയിട്ടുണ്ട്. ഇതിനു മുമ്പ് പലരും അവിടെ ജോലി ചെയ്ത പലർക്കും അറിയാം അതിനെ പറ്റി. ചാക്ക് കണക്കിന് പണം അവിടെ പോയിട്ടുണ്ട്. ക്യാമറ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറ ഓഫാക്കിയിട്ടാണ് ഇവർ ഈ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോകുന്നത്. എന്നിട്ട് പാവപ്പെട്ടവന് എന്തെങ്കിലും ഒരു രാത്രിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോഷണം വല്ലതും നടന്നാൽ അവര് കള്ളന്മാരും അവരെ ഉടനെ പിടിച്ച് ജയിലിടും. ഇവരെയൊക്കെ പിടിച്ചെന്താ ജയിലിടാത്തെ? ഇവര് ചോദ്യം ചെയ്യുക മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ. ഇനി 4 ദിവസം കഴിയുമ്പോൾ ഇവര് ജയിലിൽ നിന്ന് ഇറങ്ങി വരും. അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് അന്വേഷണ സംഘത്തിന് വിവരങ്ങൾ കിട്ടി അത് അവർ തെറ്റുകാരാണെന്നോ അവർക്ക് ബോധ്യം വരുന്നതിന്റെ അടിസ്ഥാനത്തിലല്ലേ തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയും. അല്ലാതെ പെട്ടെന്ന് ഒരാളെ പിടിച്ച് അങ്ങനെ നമുക്കറിയില്ലല്ലോ അവർ തെറ്റിയതോ തെറ്റിയതില്ലയോ എന്ന്. ദേവസ്വം ബോർഡിലെ മന്ത്രിയെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല? അതേ ഇതറിയുന്നില്ലേ? അല്ല, ആ മന്ത്രിയിലേക്ക് എത്തേണ്ട ഏതെങ്കിലും കാര്യമുണ്ടെങ്കിൽ മന്ത്രിയെ ചോദ്യം ചെയ്യും. ഇതുവരെ മന്ത്രിയിലേക്ക് എത്തേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് മന്ത്രിയെ ചോദ്യം ചെയ്യുന്നില്ല. അതിനപ്പുറത്തേക്ക് നമുക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? ആരെ ചോദ്യം ചെയ്യേണ്ട നമ്മളല്ലോ തീരുമാനിക്കുന്നത്. ശരി, ഓക്കെ. ശ്രീ പീതാംബരനാണ് പള്ളുരുത്തിയിൽ നിന്നും. ശ്രീ പീതാംബരൻ, ഈ ശബരിമലയിൽ ഇപ്പോൾ 2 തന്ത്രിമാരുടെ മൊഴി എടുത്തിരിക്കുന്നു. അവർക്ക് ഇതിൽ എന്താണ് പങ്ക് എന്നൊക്കെ സ്വാഭാവികമായും അന്വേഷണ സംഘം ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതിനെല്ലാം അനുമതി നൽകുന്ന, കാലാകാലങ്ങളായി അവിടെ തന്നെയുള്ള അതിൻ്റെ കാര്യങ്ങളെല്ലാം നന്നായി അറിയാവുന്ന ഈ തന്ത്രിമാരറിയാതെ ഇങ്ങനെയൊക്കെ അവിടെ ഒരു തട്ടിപ്പ് നടക്കുമോ? അത് ഒരു സാധനം പോലും മരത്തെ സംബന്ധിച്ചിടത്തോളം ഭഗവാനെ സംബന്ധിച്ച് നടക്കില്ല. തന്ത്രി അറിയാതെ അവിടെ ഒരു കരട് നീങ്ങൂല്ല അവിടെ. കാരണം എല്ലാ കാര്യങ്ങൾക്കും തന്ത്രിയാണ് മുന്നിലിരിക്കുന്നത്. തന്ത്രിയെ പറയാതെ തന്ത്രി പറയുന്നതല്ലാതെ അവിടെ മറിച്ച് ചെയ്യാനും പറ്റില്ല. ജ്യോത്സ്യമൊക്കെ ഒപ്പിച്ച് കാര്യമായിട്ടൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇതെല്ലാം തന്ത്രി അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ഇവര് കാലാകാലങ്ങളായിട്ട് ഈ കുടുംബം വെച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇത്. കാരണം ഇവിടെ വിശ്വാസികൾ ഭരിക്കണം എന്നൊരു കൂട്ടി പറയുന്നു. വിശ്വാസം ഇത്തിരി കുറവുള്ള ഒരു മന്ത്രിസഭ നമ്മുടെ ഈ കേരളത്തിൽ വന്നു. അത് ജനങ്ങൾക്ക് ഉപകാരം ചെയ്തുകൊണ്ട് വന്നതാണ്. അവരെല്ലാം ഇതിൽ പ്രതികളായത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുള്ളത് ഇവർക്ക് വേണ്ടിയാണ്. കാരണം ഇവര് പറഞ്ഞിട്ട് ചെയ്തു വിശ്വസിച്ച് ചെയ്തിട്ടുള്ളവരാണ്. അവർക്ക് അതിന്റെ ആചാരങ്ങളൊന്നും അറിയില്ല. ഈ ദേവസ്വം ബോർഡിലിരിക്കുന്ന മന്ത്രിക്കോ അവരെല്ലാവരും ഇതുമായിട്ട് ബന്ധപ്പെട്ടവരുമല്ല. ഒരു സർക്കാർ എന്നുള്ള നിലക്ക് കൂടുതൽ വന്നു മാത്രം. എന്റെ അഭിപ്രായത്തിന് ഇത് മെയിൻ പ്രതി തന്ത്രി തന്നെയാണ്. തന്ത്രി അതെ ഓറ്റി അവിടെ വരില്ല. ഈ ആദ്യ സ്വഭാവമുള്ള ആളുകൾ അവര് എല്ലാ കാലത്തും ചെറുതും വലുതുമായ ക്ഷേത്രങ്ങളിൽ ഇതുപോലുള്ള കൃത്രിമം നടത്തിക്കൊണ്ടിരിക്കുകയും ഇത് പുറത്തു വരണില്ലെന്ന് മാത്രമേ ഉള്ളൂ. ശ്രീ പീതാംബരൻ, അങ്ങനെ എല്ലാവരും അങ്ങനെ എന്ന് പറയരുത്. ഏത് വിഭാഗത്തിലായാലും കള്ളന്മാരുമുണ്ട്, അല്ലാതെ നല്ലതായി ചെയ്യുന്ന ആളുകളുമുണ്ട്. അങ്ങനെ ഒരു വിഭാഗം മാത്രമായതുകൊണ്ട് അവരെ എല്ലാവരും ചെയ്യുന്നു പറയരുത്. എല്ലാവരും അങ്ങനെയല്ല. അങ്ങനെ ആരെയും അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല. എല്ലാ വിഭാഗത്തിലും കള്ളന്മാരുണ്ട്. അതിന് ഏതെങ്കിലും വിഭാഗം കള്ളന്മാരിൽ നിന്ന് മുക്തരായ ഒന്നല്ല. എന്റെ അഭിപ്രായം ഇവരുടെയൊക്കെ ആസ്തി കണ്ടുകെട്ടി അന്വേഷിക്കണം. ഇവർക്ക് നേരത്തെ ഒന്നുണ്ടായി, ഇതിന് ഇവിടെ വന്നതിന്റെ ശേഷം ഒന്നുണ്ടായി, അതാണ് അന്വേഷിക്കേണ്ടത് ആദ്യം. അല്ലാണ്ട് രാജ്യം ഭരിക്കുന്ന ആളുകളുടെ കരുത്തല്ലല്ലേ കയറേണ്ടത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ പീതാംബരനാണ് പള്ളുരുത്തിയിൽ, ക്ഷമിക്കണം, ശ്രീ രാജനാണ് തിരുവല്ലയിൽ നിന്ന്. ശ്രീ രാജൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്തേ സാർ. നമസ്തേ, പറഞ്ഞോളൂ സാർ. തന്ത്രിയും മന്ത്രിയും പോറ്റിയും എല്ലാവരും ഇതിനകത്ത് പങ്കാ. ഈ ഇന്റർനാഷണൽ സ്മഗ്ലർ വന്ന് ആദ്യം പിടിക്കുന്നത്, ആദ്യം ഇടപെടുന്നത് ഈ മന്ത്രി ഇവരെയൊക്കെയാ, ഈ പൂജാരികളെയും അവരെയൊക്കെ ഈ ബിംബങ്ങളൊക്കെ കൊണ്ടുപോകാനും അത് അടിച്ചു മാറ്റി കൊണ്ടുപോകാനും ഒക്കെ